ഒരു മിനിറ്റ് ആ നോട്ടീസ് നോട്ടീസ് ഒന്ന് പിടിക്കുക. നോട്ടീസ് നോക്കി പിടി. കുറച്ച് കൊടുത്ത SFI രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ശക്തമായ പ്രതിഷേധത്തിന് കൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാലക്കാട് നഗരത്തിലാണ് ടൗൺ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രമുള്ള ലുക്കൌട്ട് നോട്ടീസ് അത് ഇവിടെയുള്ള യാത്രക്കാർക്ക് വിതരണം ചെയ്യുകയാണ് SFI പ്രവർത്തകർ. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഈ ഒരു പരാതി വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിവരമൊന്നും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം, ഒരു വ്യത്യസ്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചെറിയ രീതിയിലുള്ള പോസ്റ്ററുകൾ അടിച്ച് അത് ഈ യാത്രക്കാർക്ക്, ഈ സ്റ്റേഡിയം സ്റ്റാൻഡിലെ യാത്രക്കാർക്കൊക്കെ വിതരണം ചെയ്യുകയാണ്. തങ്ങളുടെ MLA യെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്ററുകൾ SFI വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ SFIയുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടെ കടക്കാം. ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പാലക്കാടെത്തുന്നത്. പാലക്കാടെത്തി ഒളിഞ്ഞും പാത്തും 1-2 പരിപാടികളിൽ പങ്കെടുക്കണം. ആ ഒളിഞ്ഞും പാത്തും പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിരായിരിയിൽ വെച്ചാണ്. ആ പിരായിരിയിൽ വെച്ച് നടന്നിട്ടുള്ള പരിപാടിയിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും രാഹുൽ മാങ്കൂട്ടത്തെ തോളിലേറ്റി നടന്നിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയാണ്: യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ലീഗുകാരുൾപ്പെടെ പ്രചരണത്തിനടക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിന് തോളിലേറ്റി നടക്കുമ്പോൾ അവരുടെ എല്ലാം വീടുകളിൽ 2 ദിവസം കൊണ്ടുപോയി ഇരുത്താൻ ഈ മാന്യ വ്യക്തിയെ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസും UDFും ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് തണ്ടിത്തരം ചെയ്താലും തെമ്മാടിത്തരം ചെയ്താലും അതൊന്നും ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് UDFിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് അവരുടെ UDF കൺവീനറുടെ ഉൾപ്പെടെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അതാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ നാടിനകത്ത് SFI ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.